ഒരു കെൻ ബ്ലാഷ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഒരു താടി, ഒരു വലിയൊരു മനുഷ്യൻ, താടിയൊക്കെ വെച്ച് ഒരു വലിയ ഒരു നമ്മൾ ശ്രദ്ധിക്കും വന്ന് കയറിയാലും മുറിക്കകത്ത്. അയാൾ ആയിരുന്നു അന്നത്തെ ഡയറക്ടർ. അത് 1982. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് എലിപ്പത്തോയമായിട്ട് ലണ്ടനിലെത്തുന്നു. ഞാൻ അടൂർ സാറിനെ ആദ്യമായിട്ട് ലണ്ടനിൽ വെച്ച് നമ്മൾ പരിചയപ്പെടുന്ന അങ്ങനെയാണ്. പിന്നെ ആ വർഷമാണ് കോസ്റ്റ ഗാവസിൻ്റെ മിസ്സിങ്ങും പിന്നെ ടർക്കിഷ് ഫിലിം യോൾ ഇൽമാസ് ഗുനെ എന്ന് പറയുന്ന ടർക്കിഷ് ഡയറക്ടർ. അത് അഴിക്കുള്ളിൽ നിന്ന്, ജയിലറയ്ക്കുള്ളിൽ നിന്ന് പടം സംവിധാനം ചെയ്യുക. അപ്പോൾ റിമോട്ട് ഡയറക്ഷൻ നടക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി പുറത്ത് കൊടുത്തയച്ചിട്ട് പടം ചിത്രീകരിക്കുകയാണ്. ആ പടമാണ് ഇപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ പോലും മറക്കാനാവാത്തൊരു പടമാണ് ഇൽമാസ് ഗുനയുടെ യോൾ. അതാണ് കാനിലെ ഗ്രാൻഡ് പ്രീ മിസ്സിങ് മറ്റേ കോസ്റ്റ ഗാവസിൻ്റെ മിസ്സിങ്ങുമായിട്ട് ഷെയർ ചെയ്തത്. ഈ രണ്ട് പടങ്ങളുമായിരുന്നു ഫസ്റ്റ് പ്രൈസ് മേടിച്ചത്. ഷെയർ ചെയ്യുകയായിരുന്നു ആ പ്രൈസ്. അതിനു മുമ്പ് ഉള്ള എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ 1978 ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് മറ്റേ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ സുരേഷ് കുറുപ്പൊക്കെ ആയിരുന്നു തോന്നുന്നു. സുരേഷ് കുറുപ്പൊക്കെ നടത്തുന്ന ആ ഫെസ്റ്റിവലിന് അന്ന് അവിടെ പങ്കെടുത്ത ഒരു അനുഭവമൊക്കെ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലൊരു ലോക സിനിമ ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഒരു ലോക സിനിമ നമുക്കിങ്ങനെ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ അതൊരു അവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ സിസ്റ്റമല്ല. ഇവിടെ ഇപ്പോൾ ഒരു നമുക്ക് ബ്ലോക്കായിട്ട് നമുക്ക് ഏത് പടം വേണമെങ്കിലും കാണാൻ പറ്റും, അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ. അവിടെ അങ്ങനെയല്ല, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പടത്തിനും ടിക്കറ്റ് എടുക്കുകയാണ്. പിന്നെ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പേഴ്സിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ കനി കുസൃതിയൊക്കെ അഭിനയിച്ച ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന് പറയുന്ന പുതിയ പടം ഈ ഫെസ്റ്റിവലിന് ഞങ്ങൾ 4 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു. 4 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് 2 ടിക്കറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 2 പേർക്കും ടിക്കറ്റ് കിട്ടി. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കും ടിക്കറ്റ് കിട്ടിയില്ല. ആർക്കുമല്ല, ചിലർക്ക് കിട്ടി, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കിട്ടി. കാരണം ഈ പ്രയോറിറ്റി ബുക്കിങ്ങിൽ കിട്ടിയില്ല. പിന്നെ പുറത്തു വന്നു കഴിഞ്ഞ് ആ ദിവസം തന്നെ ടിക്കറ്റ് എല്ലാം വിറ്റ് തീർന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ഫെസ്റ്റിവൽ അതൊരു ഉത്സവമേള. കാരണം ഈ നാഷണൽ ഫിലിം തിയേറ്ററിൽ അതാണ് ഇതിൻ്റെ കേന്ദ്രം. ആ നാഷണൽ തിയേറ്ററിന് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിങ്ങാണ് പാർലമെൻറ്റ് വെളിപ്പാടകല എന്ന് പറയാം, തേംസ് നദിയുടെ എതിർ സൈഡിൽ. അപ്പോൾ അവിടെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് മെയിനായിട്ട്. അതല്ലാതെ ഈ ഹോളിവുഡ് ഫിലിംസൊക്കെ ഈ പാർലമെൻറ്റും കഴിഞ്ഞ് പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടെ നടന്നു പോകുമ്പോൾ ലെസ്റ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഒരു തിയേറ്റർ കോംപ്ലക്സ്, കുറേ സിനിമ തിയേറ്ററുകൾ, ഹ്യൂജ് തിയേറ്റേഴ്സൊക്കെ ഉള്ള കമേഴ്സ്യൽ തിയേറ്ററുള്ള 1000 കൂടുതൽ ആളുകളിരിക്കുന്ന തിയേറ്ററിൽ അവിടെയാണ് ഈ കൂടുതലും നടക്കുന്നത്. പക്ഷേ അവിടെ റെഡ് കാർപ്പറ്റ് പരിപാടികളും അവിടെ നടക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ നാഷണൽ ഫിലിം തിയേറ്ററിന് തൊട്ടടുത്ത് റോയൽ ഫെസ്റ്റിവൽ ഹാളുണ്ട്. അവിടെ 2700 പേരിരിക്കുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിൽ റെഡ് കാർപ്പറ്റ് പരിപാടി അവരങ്ങ് ഈ ഫെസ്റ്റിവൽ സമയത്ത് ഒരു സ്ഥിരം സംവിധാനമാക്കി അവിടെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആളെ കൊണ്ടുവന്ന് നടത്തിച്ചാൽ മതി, കാരണം ഇതവിടെ ഉണ്ട്. അപ്പോൾ ഓരോ തവണയും ഇടുകയും എടുത്തു മാറ്റുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ കനി കുസൃതി തന്നെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് കനി കുസൃതി റെഡ് കാർപ്പറ്റിലൂടെ നടന്നു വരുന്ന അവർ കണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്ഥിരം സംവിധാനം പോലെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ തിയേറ്ററുകളിൽ മെയിനായിട്ട് ഈ നാഷണൽ ഫിലിം തിയേറ്ററിൽ 4 തിയേറ്ററുണ്ട്, ഒരു ചെറിയ തിയേറ്ററും കൂട്ടി അവിടെ നടക്കും. പിന്നെ ഈ റോയൽ ഫെസ്റ്റിവൽ ഹാൾ 2700 പേരിരിക്കുന്ന അവിടെ നടക്കും. പിന്നെ ലെസ്റ്റർ സ്ക്വയറിൽ കുറേ കമേഴ്സ്യൽ തിയേറ്ററിൽ അവിടെ നടക്കും. പിന്നെ ICA എന്ന് പറഞ്ഞ് വേറെ ഒരു കൾച്ചറൽ സെൻ്ററുണ്ട്, അവിടെയും നടക്കാറുണ്ട്.